ഓട്ടോമാറ്റിക് കാറുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സംശയത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും AMT കാറുകൾ ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഡൗട്ട് ഉണ്ടാവുക. ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള നിരവധി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1000-ലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് കാണാവുന്നതാണ്. ഇനി വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്കും ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. AMT കാറുകൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ മോഡിലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ലേ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് സേഫ് അല്ല. എപ്പോഴാണ് അങ്ങനെ പാർക്ക് ചെയ്യേണ്ടത്? നിരപ്പായ ഒരു സ്ഥലത്ത് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നു വിചാരിക്കുക. ആ ഒരു സമയത്ത് ന്യൂട്രൽ മോഡിൽ ആക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി സേഫായിട്ട് അവിടെ നിന്നോളും. പക്ഷേ നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്ലോപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് മുൻപോട്ടേക്കോ ബാക്കിലേക്കോ ഉരുളാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ വെറുതെ ന്യൂട്രൽ ആക്കിയിട്ട് വെച്ചിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഗിയർ സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യും? നമുക്ക് റിവേഴ്സ് സെലക്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്ത് വെക്കാം. വണ്ടി മുമ്പോട്ടേക്ക് ഉരുളാനാണ് ചാൻസ് ഉള്ളതെങ്കിൽ നമ്മളെപ്പോഴും സെലക്ട് ചെയ്ത് വെക്കേണ്ടത് റിവേഴ്സ് ഗിയർ ആണ്. മറക്കരുത്, മുമ്പോട്ടേക്കാണ് ഉരുളാൻ ചാൻസ് ഇല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്ത് വെക്കുക. ഇനി വണ്ടി ബാക്കിലേക്കാണ് ഉരുളാൻ ചാൻസ് ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടത് ഡ്രൈവ് മോഡാണ്. അപ്പോൾ ഇതെപ്പോഴും ഉരുളാൻ ചാൻസ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു ഗിയറിലേക്കാണ് നമ്മളെപ്പോഴും പോകേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സേഫായിട്ട് അവിടെ നിൽക്കും. ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. അപ്പം വെറുതെ എപ്പോഴും എല്ലാ സാഹചര്യത്തിലും ന്യൂട്രലും ഹാൻഡ് ബ്രേക്കും മാത്രം എൻഗേജ് ആക്കിയാൽ പോരാ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഗിയർ സെലക്ട് ചെയ്യുക. ഇനി മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുവൽ മോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ മാനുവൽ മോഡ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. M+- എന്ന് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് മോഡിലാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനുവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ടാണുള്ളത്. ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ മാനുവൽ മോഡായി. ഇനി നമുക്ക് ഗിയർ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഒന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഗിയർ അപ്പ് ആവും. അതായത് 1, 2, 3 ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ഗിയർ ഡൗൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് സ്പീഡ് കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ചെയ്യുന്നതും നമുക്ക് കാണാം. അത് വണ്ടി തന്നെ ചെയ്യും. നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഡ്രൈവ് ചെയ്ത് നോക്കാം. മാനുവൽ മോഡിൽ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ നോക്കുക. നോക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.